ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കക്കാടംപൊയിൽ പോവാണ്. ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ യാത്ര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായതാണ്. നവാസ കക്കാടംപൊയിൽ പോവെല്ലാം ചോദിച്ചിട്ട് അവനെ കൂട്ടിയതാണ്. അങ്ങനെ ആ ഒരു മഴ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ ടൈമിനാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ നാട്ടിൽ നിന്നും അധികം ദൂരയാത്ര ഒന്നുമില്ല കേട്ടോ. കക്കാടംപൊയിലേക്ക് വെറും 20 കിലോമീറ്റർ മാത്രമേ യാത്രയുള്ളൂ. എന്നാലും ഇവിടെ വർഷത്തിൽ ഒരു തവണയൊക്കെ വരാറുള്ളൂ കക്കാടംപൊയിലെ ആംബിയൻസ് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ. അത് നമ്മളെ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന ആ ഒരു ആംബിയൻസ്, ആ ഒരു തണുപ്പും ആ മഴ, ആ ഒരു കാറ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഈ ഒരു ഏരിയയിലേക്കാണ് ഒരുപാട് ആളുകൾ എത്തുന്ന പ്ലേസ് കേട്ടോ. ഇവിടുന്ന് മുകളിലേക്ക് പോകണം. ഈ മുകളിലേക്ക് പോയാലാണ് നല്ല ഒരു കോടമഞ്ഞും ആ പുല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ നല്ല വീഡിയോസ് റീൽസൊക്കെ എല്ലാവരും എടുക്കുന്നത്. പക്ഷേ നടന്ന് കയറാൻ അത്യാവശ്യം നടക്കാണ്ട്. അതുപോലെ തന്നെ ജീപ്പ് സർവീസ് അവിടെ ഉണ്ട്, അത്യാവശ്യം റേറ്റ് ഉണ്ട്. അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെയും പോകട്ടോ. നമ്മളിതാ അതിൻ്റെ വേറെ സൈഡിലേക്കാണ് നമ്മൾ കയറിയത്. ജസ്റ്റ് ഈ സൈഡിലേക്ക് മാത്രമേ കയറിയിട്ടുള്ളൂ, അങ്ങോട്ട് നമ്മൾ കയറിയിട്ടില്ല. എന്തായാലും നല്ലൊരു ആംബിയൻസ് കാര്യങ്ങൾ കിട്ടാനാണ് നമ്മൾ പോയത്. അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം നല്ല ചായ, ചൂട് ചായ, അതുപോലെ തന്നെ ചൂട് ഫ്രഷ് പഴംപൊരി, അതുപോലെ തന്നെ എഗ്ഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല ചായയും കുടിച്ച് ഈ ഒരു ആംബിയൻസിൽ നിന്ന് ചായ കുടിക്കാൻ ഒരു വല്ലാത്ത ഫീലാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബൈ.